വചനസാരം വചനസാരം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വചനം ഒരു പുതിയ ജീവിത ശൈലിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. ഉപവാസത്തെ സംബന്ധിച്ച് ഫരിസേയരും നിയമജ്ഞരുമായുണ്ടായ തർക്കത്തിനൊടുവിലായിട്ടാണ് ക്രിസ്തു ഈ ഒരു പ്രബോധനം നമുക്ക് നൽകുന്നത്. ഏതൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രബോധനം നൽകിയതെന്നതും ചിന്തനീയമാണ്. ചുങ്കസ്ഥലത്തായിരുന്ന ലേവിയെ ഈശോ തന്നെ അനുഗമിക്കുവാൻ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ തൻ്റെ ഭവനത്തിൽ ഈശോയ്ക്കൊരു വിരുന്നൊരുക്കി അവനോടുകൂടെ ചുങ്കക്കാരും മറ്റുള്ളവരുമായി വലിയൊരു ജനക്കൂട്ടവും ഭക്ഷണത്തിനിരുന്നു. ആ നിമിഷമാണ് ഫരിസേയരും നിയമജ്ഞരും ഇവനെതിരെ പിറുപിറുത്തത്. എന്തുകൊണ്ടാണ് നീ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, നിയമങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചതുവഴി ഫരിസേയരും നിയമജ്ഞരും തങ്ങളെ തന്നെ നീതിമാന്മാരായി സ്വയം കണക്കാക്കി. അതോടൊപ്പം തന്നെ നിയമങ്ങൾ കൃത്യമായി ജീവിതത്തിൽ അനുഷ്ഠിക്കാത്ത മറ്റുള്ളവരെ നോക്കി അവരെ പാപികളെന്നും മോശക്കാരെന്നും ദൈവരാജ്യത്തിൽ നിന്ന് അകലെ നിൽക്കുന്നവരെന്നും മുദ്രകുത്തി എന്നുള്ളതും വലിയൊരു വീഴ്ചയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു വ്യക്തമായി പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. നിയമങ്ങൾ അന്ധമായി ജീവിതത്തിൽ അനുവർത്തിച്ച് സ്വയം നീതീകരിക്കുവാൻ ശ്രമിച്ചവർ മറന്നുപോയൊരു സത്യമുണ്ട്. നിയമങ്ങളുടെ അന്തസത്ത ആവശ്യപ്പെടുന്ന പരസ്പര സ്നേഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ജീവിത ശൈലി. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഒരു ആശയം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്കു കീഴിലാണ്. നിയമം തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ നമ്മുടെ വിശുദ്ധിയുടെ യാത്ര നിയമത്തിൽ തുടങ്ങി നിയമത്തിൽ മാത്രം അവസാനിക്കാൻ ഇടയാവരുത്. പകരം നിയമത്തിൽ ആരംഭിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിശുദ്ധിയുടെ ജീവിത ശൈലിയിലേക്ക് നമ്മളെ അത് നയിക്കണം. നിയമം വിശുദ്ധവും ന്യായവുമാണ്, പക്ഷെ അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ നന്മ പ്രവൃത്തികൾ നിയമത്തോടുള്ള വിധേയത്വത്തെക്കാളും ഉള്ളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാകണം. സുവിശേഷങ്ങളിലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിത നിയമവുമായി തീരട്ടെ. വചനസാരം വചനസാരം.